ഫസ്റ്റ് നമുക്ക് ഈ ബീലൗട്ട് ആപ്പിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ ഞാൻ തന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. 1 മില്യൺ ഡൗൺലോഡ് ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ആദ്യം ഈ ലിങ്കിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഇമെയിൽ വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ. ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ട് ഇനി ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇമെയിൽ കൊടുക്കാനായിരിക്കും ഓപ്ഷൻ കാണിക്കുക. നമ്മൾ താഴെ നേരെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് താഴെ കാണുന്നില്ലേ, ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ കറക്റ്റായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നുണ്ട് റെഫറൽ കോഡ്. അത് കറക്റ്റായിട്ട്, ഇതാണ് എൻ്റെ റെഫറൽ കോഡ്. ഇത് കറക്റ്റായിട്ട് കോപ്പി എടുക്കുക. കറക്റ്റായിട്ട് കോപ്പി എടുക്കുക കേട്ടോ, മിസ്സാകരുത്. കറക്റ്റായിട്ട് കോപ്പി എടുത്തിട്ട് അവിടെ താഴെ പേസ്റ്റ് ചെയ്യുക. മേലെ നിങ്ങളുടെ ഇമെയിൽ കൊടുക്കുക. ഇമെയിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്താൽ മതി. കറക്റ്റായി ശ്രദ്ധിക്കുക. മേലെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെ റെഫറൽ കോഡ് കോപ്പി എടുത്ത് കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുകൊണ്ട് എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുക. നിങ്ങളുടെ ആരാണ് റെഫറൽ, വേറെ ആരെങ്കിലും ആണെങ്കിൽ അതിൻ്റെ റെഫറൽ കോഡ് കൊടുക്കുക. അത് മറക്കരുത് കേട്ടോ. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ആൾറെഡി ഞാൻ ഈ ഇമെയിലിൽ അക്കൗണ്ട് ആൾറെഡി തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് OTP വന്നിട്ടുണ്ടാവും. OTP ഞാൻ അവിടെ OTP ടൈപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആൾറെഡി ഈ ഒരു ഇമെയിലിൽ അക്കൗണ്ട് തുടങ്ങിയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അക്കൗണ്ട് ഉണ്ടാക്കാൻ ഈസി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യാം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി.